തോന്നുന്നുണ്ടാണോ? ഈ ഭാഷ മനസ്സിലാവില്ല. ഞാൻ നോക്കിയപ്പോ അവിടെ ഇങ്ങനത്തെ സാധനമൊക്കെ ഉള്ളൂ. Welcome back to another episode of Sion Saji Music. So welcome back to another video from Sion Saji Music. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോയിൽ കമന്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം കേട്ടോ. മറക്കരുത്. ഒരിക്കലും നിങ്ങൾ ചെയ്യാറില്ല. റീല് കാണുമ്പോൾ തന്നെ അറിയാവുന്നുണ്ടാവല്ലോ. ഞങ്ങൾ ഇനി ജിഷ്ടിച്ചേട്ടന്റെ വീട്ടിലേക്ക് പോവാണ്. അതെ, ഫ്ലാറ്റിലേക്ക്. ജിഷ്ടിച്ചേട്ടന്റെ ഫ്ലാറ്റിലോട്ട് എയർപോർട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടെന്ന് പറഞ്ഞു. ബ്ലോക്കില്ലെങ്കിൽ 1 മണിക്കൂറിലെത്തും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പൊക്കോട്ട് ഇരിക്കുകയാണ്. വന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ കുറച്ച് ആഡ് ചെയ്യാൻ പോവാണ്. പരുന്തിനെ പോലെ ഡ്രസ് ഇട്ട് നടക്കുന്ന ആർജെ എന്റപ്പനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെപ്സിയും കുടിച്ച് ഫ്ലൈറ്റിന് ബോർഡിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് കയറാൻ നിൽക്കുന്ന കോലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡ് പോയ്സൺ ആണ്. രാവിലെ 4 മണി തൊട്ട് ബാത്റൂമിനകത്തിരിക്കുക. അപ്പോൾ ചെന്നൈയിലോട്ട് പോകുന്നതിന് തൊട്ട് തലേ ദിവസം ഞങ്ങൾ അടൂരായിരുന്നു കേട്ടോ. അടൂരിൽ നിന്നൊരു ബിരിയാണി കഴിച്ചതാണ് ബിബിക്ക് ഫുഡ് പോയ്സൺ ഉണ്ടായത്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു സീരീസ് കാണായിരുന്നു. ബിബി മനസ്സിലായ സോങ് കേട്ടിരുന്ന് വൈബടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഫുഡ് പോയ്സൺ പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയും. കുറേ നേരം എയർപോർട്ടിലിരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടയർഡായിട്ട് ഇറങ്ങിയത്. അയ്യോ, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ചൂട് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് ചെന്ന് കയറുന്ന ഒരു മനുഷ്യന് സഹിക്കാനേ പറ്റില്ല. ആ രീതി ചൂടാണ്. ജസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കരിഞ്ഞ് റെഡിയായി ഗൈസ്. ആലോചിക്കാൻ 2 ദിവസം എങ്ങനെയായിരിക്കും. ഞാൻ ആക്ച്വലി വരാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. ഞാൻ മച്ചാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ് ചെന്നൈയിൽ വന്നാൽ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നേരെ ഒന്നും നോക്കിയില്ല. നീ ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടോ ധ്യാൻ ശ്രീനിവാസനെ നേരിട്ട്? ആ പേര് നേരെ പറഞ്ഞു. ധ്യാൻ ശ്രീനിവാസനെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? സ്വപ്നങ്ങളിൽ എന്ത് ഭാവമാണ്? അപ്പോൾ ഞാനിത് ആദ്യമായിട്ടല്ല ചെന്നൈയിൽ വരുന്നത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് കാറിലാണ് വന്നത്. ചെന്നൈ വന്നു, അത് കഴിഞ്ഞ് പോണ്ടിച്ചേരി പോയിട്ടൊക്കെ തിരിച്ചു പോയി. പക്ഷേ ഇത്തവണ കാറിൽ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. കാരണം എൻ്റെ ഡിസ്കിന് ടയറൊക്കെ വന്നതുകൊണ്ട് തന്നെ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. പക്ഷെ ഞാൻ ഒരു ദിവസം ഒരു നൈറ്റ് ലേ ഓവർ ചെന്നൈ എയർപോർട്ടിൽ ഇരുന്നിട്ടുണ്ട്. കാരണം പൂനെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത സമയത്ത്. പക്ഷേ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫും എല്ലാ കാര്യങ്ങളും ഭയങ്കര നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇതാ അത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ബൊലേറോ കാറൊക്കെ പോലീസിന് കൊടുക്കുന്ന പോലെയാണ് അവിടെ ക്രെറ്റ. ആൻഡ് കുറച്ചുകൂടെ ലൈക്ക് പെട്രോളിംഗ് കാസൊക്കെ വരുന്ന അവർക്ക് ഇന്നോവ ക്രിസ്റ്റയാണ്. പിന്നെ ഇവർക്ക് ഈ ബഗി കാസ് ഫെസിലിറ്റിയാണ് എയർപോർട്ടിൻ്റെ അറൈവൽ ഗേറ്റിൽ നിന്ന് ടാക്സി കാസ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. ബഗി കാസ് ഫ്രീ ആണ്. ഇങ്ങനെ നമുക്കിങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടേയിരിക്കും. അതല്ലാതെ പ്രൈവറ്റ് വെഹിക്കിൾസ് മാത്രമേ എയർപോർട്ടിൻ്റെ ആ ഒരു ബേയിൽ കൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ടാക്സിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഒരു മണിക്കൂർ ടോട്ടൽ 1 മണിക്കൂർ കൂടുതലുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഫ്ലൈറ്റ് ഡിലേ വന്നില്ല. ഫ്ലൈറ്റ് ആക്ച്വലി ഒരു 30 minutes ഡിലേ. കാരണം 1:45 ടേക്ക് ഓഫ് ചെയ്യേണ്ടത് 2:20 കഴിഞ്ഞാണ് എടുത്തത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞാനത് എടുക്കണമെന്ന് വിചാരിച്ചാണ്. ഇൻഡിഗോ ആക്ച്വലി ഭയങ്കര കിടിലനാണെന്ന് ഉള്ളൊരു വിചാരം കുറച്ചു കാലം ഞാൻ ഡിഗ്രി പഠിച്ച സമയത്തൊക്കെ കൈ അവിടെ വെക്കരുതായിരുന്നു. അപ്പൊ പക്ഷെ ഇപ്രാവശ്യം ഞങ്ങള് ട്രാവൽ ചെയ്തതിന്റെ സീറ്റ് വാസ് ലൈക്ക് അതിന്റെ ബട്ടണൊക്കെ വെറുതെ തൊട്ടപ്പോ അത് ഉള്ളിൽ കയറിപ്പോയി. പിന്നെ ഞാൻ തട്ടിയിട്ടൊക്കെയാണ് ഇപ്പുറത്തേക്ക് എടുത്തത് ആ സാധനം. ഈ എന്റെ തലയിലാവുമ്പോ എനിക്കറിയാൻ പറഞ്ഞു. ശോകം, ഇൻഡിഗോ ശോകം. കാര്യം നമ്മളിപ്പോ റെഗുലർ ആയിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോകുന്നുണ്ട്. ഒക്കെ ഇതാണ് ഇപ്പം മച്ചന്റെ നടുവഴിയല്ല. അത് കാരണം ഇപ്പൊ വയ്യാത്ത വെച്ചാണ്. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, കാറില് ഓൺ റോഡ് ട്രാവൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പൊ അമ്മയും ടീമും എല്ലാരും കൂടെ പോണ്ടിച്ചേരി എത്തി. പോണ്ടിച്ചേരി എത്തി. അവര് ഇരുന്ന് ചന്തി പഴുത്തു എന്നാണ് കേട്ടത്. ഈ ചൂടത്തിക്കോട്ടുള്ള ട്രിപ്പ് മാറ്റി മഴയാട്ടോ. അവിടെ നോക്കിയാൽ തിരിച്ചു നോക്കി മഴയാണോന്ന് ഞാൻ ചോദിച്ചപ്പോ നീയല്ലേ പറഞ്ഞു ഇവിടുത്തെ കറുത്ത മേഘമാണ്. മഴയല്ലേ ആണെന്നൊക്കെ തോന്നാച്ചാനോട് ചോദിക്കും മഴയാണോ.
ചേട്ടാ മഴയുണ്ടോ? മഴ അപ്പൊ കറുത്തിരിക്കുന്ന മേഘമൊക്കെ നല്ല ഇത് മാത്രല്ല ഒരു നമ്മുടെ ഡൽഹിയിലൊക്കെ പോയി കഴിയുമ്പോ ഒരു ഇതില്ലേ ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കണം ഞാൻ അറിയാം അപ്പൂപ്പന്റെ ഷർട്ട് എടുത്തിട്ടതാന്ന് വിചാരിക്കണം. ഭയങ്കര ബാഗി സാധനം എടുത്താണ്, ഒരു പുതിയ സ്റ്റൈല് പിടിച്ചാണ്. എടുത്തിട്ട് കുറെ കാലായി. ഡബിൾ ബാഗിയാണ് കേട്ടോ, നോർമലും അല്ല അതിനേക്കാളും ലാർജ് ആണ്. എടുത്തിട്ട് കുറച്ച് കാലായി. ഞാനാണ് കിട്ടിയത്. ഇനി പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇൻഡിഗോ ഇസ് ലൈക്ക് ട്രീറ്റിംഗ് ദെയർ കസ്റ്റമേഴ്സ് വെരി ബാഡ്ലി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡിഗോയ്ക്കാണ് കൂടുതലും സീറ്റ്സും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഏത് ടിക്കറ്റ് കിട്ടുമോ അതിലേക്ക് എടുക്കും. പിന്നെ എസ്പെഷ്യലി നമ്മൾ ഈ എയർ ടിക്കറ്റ്സും എയർ ഫ്ലൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആരും ഇതിന് കംപ്ലൈന്റ് ചെയ്യാനോ ബാക്കി കാര്യത്തിനൊന്നും പോകില്ല. ബസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എടുത്ത് റീലൊക്കെ എടുത്തിട്ട് ഭയങ്കര സീനാക്കി KSRTC കുറ്റം പറയും. ഇത് ഇൻഡിഗോയിനും കുറ്റം പറയണം. എന്തോരം കാശ് വാങ്ങുന്നുണ്ട്. ഇപ്രാവശ്യം മാത്രം ഞങ്ങൾക്ക് ചെന്നൈക്ക് അപ്പ് ആൻഡ് ഡൗൺ 23K ആയി. വിഷമുണ്ട്. പച്ചവെള്ളം തന്നു, നീ കിടന്ന് തുടങ്ങിയതാ. എനിക്ക് തന്നു, എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അല്ലാതെ തന്നെ തന്നു. എനിക്ക് തന്നു. പുള്ളിക്കാരി ആസാമി എന്താണ് അറിയാലോ, ഒരുപാടുണ്ടല്ലോ. ഇനി എന്റെ ഇത് ABM സ്റ്റുഡിയോസിൽ അവിടെ ചെന്നൈ തരാം. ബിബിക്ക് തമിഴ് അറിയാം എന്നുള്ള ജടയിൽ മിർച്ചിയിൽ തമിഴ് ഷോ ഒക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചിട്ട് ഡ്രൈവർ ചേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ ആകെ കൃത്യമായിട്ട് ചോദിച്ചത് ബിരിയാണി എവിടെ കിട്ടുമെന്നാണ്. പിന്നെ ചേട്ടനും ഇങ്ങോട്ട് പറഞ്ഞത് ഇവിടെ ആകെ ഉള്ളത് ബീച്ച് ബിരിയാണി ഞാൻ ഇന്നിപ്പോ ഇങ്ങനെ നമ്മുടെ സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞപ്പോ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 24 മണിക്കൂർ ബിരിയാണി കിട്ടുമെന്ന് പറയുന്നത്. നമുക്ക് ആ ചലഞ്ച് വെച്ച് നോക്കാം, രാത്രി ബിരിയാണി കിട്ടുമെന്ന് നോക്കാം. ഞാൻ കഴിക്കും. അങ്ങനെ ഞങ്ങൾ ജിഷ്ണു ചേട്ടൻ്റെ DLF ഗാർഡൻ സിറ്റി കമ്മ്യൂണിറ്റി ഒരു കോംപ്ലക്സിൻ്റെ അകത്ത് എത്തി. കോംപ്ലക്സ് അല്ല, ഇഷ്ടംപോലെ കോംപ്ലക്സുകളുള്ള ഒരു ഫ്ലാറ്റാണ് കേട്ടോ. പോയി കളിച്ചിട്ട് ഓടില്ലേ നീ? ഇവരിവിടെ തന്നെ കാണും, നീ പോയിട്ട് ടക്കു കളിക്കുന്ന കാണാൻ വരും. ഇവിടെ കുറച്ച് വണ്ടി എടുത്തോ നിന്റെ കണ്ടത്. അപ്പോൾ ഇതാണ് ജിഷ്ണു ചേട്ടൻ്റെ കുഞ്ഞും വൈഫും മീനു ചേച്ചിയും തക്കും. അപ്പോൾ അവനെ കളിക്കാൻ വിടാനുള്ള തത്രപ്പാടിലായിരുന്നു ചേച്ചി. കാരണം ഇവൻ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ഈ കളിക്കാൻ പോകുന്ന ടൈമിൽ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെക്കൻ രാത്രി ഉറങ്ങില്ല. രാത്രി 2 മണിക്കും 3 മണിക്കും ഫുൾ പവറായിട്ട് നിൽക്കും. അപ്പോൾ അവിടെ വരുന്ന മെയ്ഡാണ് ആൻറ്റി ഇവനായിട്ടാണ് ഫുൾ ടൈം ഗുസ്തി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാതെ. അപ്പോൾ ആൻറ്റി അവനെ വിളിച്ചോണ്ട് കളിക്കാൻ പോകാനുള്ള ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം ചേച്ചിയും പോവുകയാണ്. കൂടവാ, ഞങ്ങൾ പുറകെ ചെല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവസാനം പറഞ്ഞു വിട്ടു. നല്ല ഈ സ്ഥലത്തൊക്കെ നല്ല തണുപ്പാണ്, നല്ല ഇത് മഞ്ഞ് വരുമോ രാവിലെ? നല്ല ക്ലൈമറ്റാണ്, മഴയൊക്കെ മാറി കഴിയുമ്പോൾ നല്ല ക്ലൈമറ്റ്. ജാനുവരി ഒക്കെ നല്ല ക്ലൈമറ്റ്. ആക്ച്വലി നാട്ടിലേക്കാളും നല്ല ക്ലൈമറ്റാണ് ആ സമയത്ത്. ജിഷ്ണു ചേട്ടൻ എന്നിട്ട് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയായിരുന്നു. നോർമൽ ചെന്നൈ ക്ലൈമറ്റ് പോലെ അല്ല. ഈ ഒരു സെമച്ചേരി സൈഡ് എന്ന് പറഞ്ഞിട്ട് OMR സിറ്റി സൈഡാണ്. അവിടെ ഡിസംബറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പും മിസ്റ്റും ഒക്കെ വരുന്ന സ്ഥലമാണെന്ന് പറയുന്നു. അതറിയില്ല. ആറാട്ടെണ്ണത്തിന് ശേഷം കഴിഞ്ഞിട്ട് അടുത്ത് ഇറങ്ങിയത് ഇതുണ്ടോ?
തക്കുന് രാവിലെ ഫുഡ് കൊടുക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആൻറ്റിയുടെ ഡ്യൂട്ടിയാണ്. കാരണം ചേച്ചിക്ക് രാവിലെ വർക്കിന് കാരണം ചേട്ടനും വർക്കിൻ്റെ പുറകെ ഇരിക്കുമായിരുന്നു. ആൻറ്റി ഇങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് അവനിങ്ങനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും തിരിച്ചു വരും, കറങ്ങി വരും. അങ്ങനെയൊക്കെ ആൻറ്റി എൻ്റെ പുറകെ ഇരുന്ന് ഫുഡ് കൊടുത്തോണ്ടിരിക്കരുത് കേട്ടോ. നല്ല ചൂട് ചെന്നൈയിൽ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് കല്യാണ ബിരിയാണി കഴിക്കാൻ പോകുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്ത് ആക്ച്വലി ഇപ്പോൾ വെഡ്ഡിങ് ബിരിയാണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരൊരു ചെയിൻ ഓഫ് ഹോട്ടൽസ് ആണ്. ആൻഡ് ഞങ്ങളിപ്പോൾ ചെന്നത് കുറച്ചുകൂടെ സീറ്റിംഗ് സ്റ്റൈൽ ഹോട്ടലായിട്ട് തന്നെ ഉള്ള സ്ഥലത്താണ്. അതല്ലാതെ വേറൊരു സ്പോട്ടിൽ ഇവർക്ക് കറക്റ്റ് ഒരു വലിയ ഹാൾ എടുത്തിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ലൈക്ക് നമ്മൾ പേ ചെയ്തിട്ട് ടോക്കൺ അനുസരിച്ചാണ് അത് അവിടെ പോയിരുന്ന് കല്യാണത്തിനൊക്കെ നമ്മൾ പോയിരുന്ന് ബിരിയാണി കഴിക്കണ പോലെ. ആകെ വ്യത്യാസം നമ്മൾ കാശ് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിക്കുന്ന പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി. ആദ്യം ഞങ്ങൾ പോയി ബസന്ത് നഗർ ബീച്ചിൽ പോയി ദാസന്റെയും വിജയന്റെയും ബീച്ചൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചിട്ട് എല്ലാത്തിനും നല്ല അണ്ടർസായി തോറ്റു. ഒന്നും കിട്ടിയില്ല. അവർ പറഞ്ഞ് ആ ബോൾ വെച്ചിട്ട് അത് അടിച്ച് അപ്പുറത്ത് താഴെ വീണ് കഴിഞ്ഞാലേ പ്രൈസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് കിട്ടിയെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ബേബി നിന്ന് ഈ സംഭവത്തിലൊക്കെ തൂങ്ങിയൊക്കെ നോക്കി. അതിലും ആക്ച്വലി 35 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ താഴെ വീണു. അതുകൊണ്ടൊന്നും കിട്ടിയില്ല. 200 രൂപ അവിടെ നമ്മൾ വെറുതെ കളിച്ച് കളഞ്ഞു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ഗൈസ്. അത് കഴിഞ്ഞ് നേരെ പോയത് അവിടുത്തെ വേളാങ്കണ്ണിയുടെ സ്റ്റൈൽ ഒരു പള്ളിയുടെ അങ്ങോട്ടായിരുന്നു. എനിക്കൊരു പടം എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏതോ ഒരു പെങ്കുച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേണ്ട കഷ്ടപ്പെട്ടു പോയെന്ന് പടമൊക്കെ എടുത്ത് അതിന് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് പോസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ചുമ്മാതാണ് കേട്ടോ. എൻ്റെ എല്ലാ ഫോട്ടോയും അവൻ തന്നെ എടുത്തിരുന്നത്. പിന്നെ എന്നാലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അതിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു വെച്ചതാണ്. പിന്നെ ഫുഡിങ് പരിപാടിയിലേക്ക് കിടന്നു. കാരണം ജിഷ്ണു ചേട്ടൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ചെന്നൈ സിറ്റിക്കകത്തുള്ള മുഴുവൻ കിടലും ഹോട്ടൽസിനെയും പറ്റി നല്ല ധാരണ നമുക്ക് കിട്ടും. എല്ലായിടത്തും പോയി തിന്ന് നടക്കുകയായിരുന്നു. അങ്ങനെ മുരുകൻ ഇഡലിയിൽ എത്തിയിരിക്കുകയാണ്. മുരുകൻ ഇഡലിക്കും ഓൾ ഓവർ ചെന്നൈ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഇവിടെ നല്ല ഒന്നൊന്നര ഇഡലി, ദോശ, മറ്റേ സ്വീറ്റ്സ്, വട, ഈ സംഭവങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഇഡലി ബിബിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഡ്ഡലി ദോശ ഫാനാണ്. പക്ഷേ ഇഷ്ടമല്ലാത്തവനും ഭയങ്കര കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്ര സൂപ്പർ ഇഡലിയാണ്. ഭയങ്കര പൂ പോലത്തെ ഇഡലി വിത്ത് ബട്ടർ ആൻഡ് അതിൻ്റെ പൊടിയൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ തലൈവർ രജനീകാന്തിൻ്റെ വീട്. അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലോട്ട് പോയി. അപ്പോഴത്തേക്ക് അമ്മയൊക്കെ എത്തി കേട്ടോ. എനിക്ക് ഇന്നലെ ബിരിയാണി രാത്രി ഓർഡർ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അതിനുള്ള വയറുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ നമ്മളിപ്പോ ബിരിയാണി ഓർഡർ ചെയ്തു. എന്റെ പൊന്നെ, ഇവിടെ നമ്മൾ മറ്റേ ഇങ്ങനെ പറയില്ലേ, മേളിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് താഴേക്ക് വീണെന്ന് വിചാരിക്കുക. അത് കൊള്ളണത് ഏതെങ്കിലും ഒരു ബിരിയാണിയുടെ തലക്കായിരിക്കും എന്ന് പറയണ പോലെയാണ്. എന്തോരം ബിരിയാണിയാണെന്ന് അറിയൂ. എപ്പൊ നോക്കിയാലും ബിരിയാണി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അമരാവതിയുടെ ബിരിയാണിയാണ്. നോർമൽ ചിക്കൻ ബിരിയാണിയാണ്, പക്ഷെ വേറെ എന്തെങ്കിലും ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞാനത് കഴിക്കാൻ പോകും. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്. ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിന്റെ തൊട്ടടുത്തുള്ള 2 VIPs, തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള 2 VIPs ആരൊക്കെയാണെന്ന് അറിയോ? ഒന്ന് തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തും, അതുപോലെ തന്നെ തമിഴിന് എന്നും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത സീമായിട്ടുള്ള അവരുടെ അമ്മ ജയലളിതയും ഇവിടെ തൊട്ടടുത്ത് അവർ താമസിച്ചിരുന്ന സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അതിനിടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് തന്നെ ആരുണ്ട്? അവ്യ നായരുണ്ട്. ഞങ്ങളുടെ എനിക്കൊന്നും പറയാൻ, ഞാൻ പോയി ബിരിയാണി കഴിക്കട്ടോ. ശരിയല്ല എടാ, മുട്ടയൊക്കെ ഉണ്ടോ? ഇവിടെ എല്ലാ ബിരിയാണിയിലും മുട്ട ഉണ്ടെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ പോയ ബിരിയാണിയിലുണ്ട്. എല്ലാം ഉണ്ട്. അത് പറ, കേരളത്തിലെ പോലെ നക്കികളല്ല. മട്ടൻ ബിരിയാണി വരെ മുട്ടയുണ്ട്. ചോദിക്കൊന്നും വേണ്ട, തന്നോടും മുട്ട. ചൂടുണ്ട്. നക്കികളെ, പരനാറികളെ, പട്ടികളെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ചെന്നൈ നല്ല അടിപൊളി സിറ്റി. ഇത് എന്റെ വ്ളോഗാ നിന്റെ വ്ളോഗാ? നീ തിരിച്ചു പിടിക്കേ. അപ്പൊ ഞാൻ കൊടുത്തിട്ടൊക്കെ ഇറങ്ങി. അല്ല, നീ ഒരു അഭിപ്രായം പറ. ലൈക്ക് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഐ തോട്ട് ലൈക്ക് ഞാൻ മുംബൈ വിസിറ്റ് ചെയ്തിട്ടില്ല. മെട്രോ സിറ്റീസിൽ മുംബൈ, പിന്നെ ബാംഗ്ലൂർ, പിന്നെ ചെന്നൈ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു റാങ്കിങ്. ഏത് 2022 സർവേയിലൊക്കെ ബാംഗ്ലൂരാണ് ഫസ്റ്റ് പൊസിഷനിലൊക്കെ നിൽക്കണത് ഞാൻ കണ്ട്.
പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇത് രണ്ടുമല്ല, ചെന്നൈയാണ് ഫസ്റ്റ് കാര്യം. എന്ന് വെച്ചാൽ ചെന്നൈക്ക് ചൂടൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ, ചെന്നൈയുടെ ചൂടൊഴിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അടിപൊളി സ്ഥലം വേറെ ഇല്ല. മുംബൈ ഈസ് ആക്ച്വലി ഇത് രണ്ടുമായിട്ടും കമ്പയറബിൾ അല്ല, അത് വേറൊരു സ്റ്റൈലാണ്. മെട്രോ സിറ്റീസിൽ നീ മറ്റേ ഇത് പറയണ പോലെ പറയരുത്. അതായത് ബിരിയാണി കഴിക്കണ പോലെ അല്ലല്ലോ ചപ്പാത്തി കഴിക്കണ, ചപ്പാത്തി കഴിക്കണ പോലെ അല്ലല്ലോ പൊറോട്ട കഴിക്കണെന്നാണോ പറയാൻ പറഞ്ഞത്? അല്ലല്ല, ബാംഗ്ലൂർ ചെന്നൈ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി കുറച്ചുകൂടെ ലിവബിൾ സിറ്റി ചെന്നൈ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ക്ലൈമറ്റ് ഇസ് ദി ഓൺലി പ്രോബ്ലം. ക്ലൈമറ്റ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചൂടേ അല്ല. പാലക്കാട്ടുകാരനായതുകൊണ്ട് അതുകൊണ്ടല്ല, പാലക്കാട് എന്ന് പറഞ്ഞൊരു ചെന്നൈയുടെ ചൂടും പാലക്കാടിന്റെ ചൂടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ വന്ന സമയത്തുള്ള ചൂട് അങ്ങനെ എനിക്ക് വലിയൊരു ചൂടായിട്ടൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. പിന്നെ ഇടയ്ക്ക് ചില സമയത്ത് സീനുണ്ട്. മുംബൈ വേറൊരു ലോകമാണ്, അത് ഇതുപോലെ അല്ല കേട്ടോ. പക്ഷെ ഫോർ മീ എന്റെ റാങ്കിങ് ചേഞ്ച് ആയി. ഫസ്റ്റ് ചെന്നൈ, ഇനി സെക്കൻഡ് ബാംഗ്ലൂർ. കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പൊ എനിക്ക് ഇന്നലത്തെ വീഡിയോയുടെ ഔട്ട്രോയും സാധനം ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം സ്ഥലങ്ങളെ കൺവേർട്ട് ചെയ്ത് കിടിലനാക്കാൻ പറയും, പക്ഷെ അതൊന്നും ചെയ്യില്ല. ഇവിടെ 2 ഇഞ്ച് സ്ഥലം കിട്ടി കഴിഞ്ഞാൽ അവിടെ ഒരു ടൂറിസ്റ്റ് ഒരു ബീച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോ അതും ബീച്ച്. ഇവരിതെല്ലാം സെറ്റപ്പ് ആക്കി എടുത്തോണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കാരവൻ ടൂറിസം മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? കാരണത്ത് കൂടെ പോയിരുന്ന് കാണാനാ? എടാ, ആൾക്കാരെ ഇറക്കി പുറത്ത് നടത്തും, പുറത്ത് ഡെവലപ്മെന്റ് കൊണ്ടുപോകാൻ. ചെന്നൈയിലെ ഡേ 3 വളരെ സംഭവ ബഹുലമായിരുന്നു. കാരണം അമ്മയും അങ്കിളും ടീംസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ശ്രീജന്റെ എല്ലാവരുമായിട്ട് വന്നു. അവരുടെ വണ്ടി ചെറുതായിട്ട് ബ്രേക്ക് പാഡിന് ഒരു ഇഷ്യൂ വന്നുകൊണ്ട് രാവിലെ അങ്കിളിനെ കൊണ്ടുവന്ന് ക്രിക്കറ്റ് കളി കാണാനായിട്ട് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഞങ്ങൾ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് വണ്ടി ശരിയാക്കാൻ കൊടുക്കാൻ പോയി. പിന്നെ അടുത്തൊരു റെൻ്റേ കാർ വണ്ടി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അങ്കിളിനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഫീനിക്സ് മോളിൽ പോയി ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെയും കേരള ചീഫ് സെക്രട്ടറിയുടെയും കഴിഞ്ഞ ചീഫ് സെക്രട്ടറിയുടെയും എന്ന് പറഞ്ഞാൽ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരുടെ മോളുടെ കല്യാണമായിരുന്നു, ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻവൈറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നമ്മൾ തലേദിവസം റിസപ്ഷൻ പാർട്ടിക്ക് പോയി. ആൻഡ് അവിടെ നിന്ന് മുരുകനിഡലിയിൽ ഇടയ്ക്ക് പോയിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയോബ്രോമ എന്ന് പറഞ്ഞിട്ടൊരു കേക്ക് ഷോപ്പ് ഉണ്ട് അവിടെ, വളരെ അഫോർഡബിളും എന്നാൽ കിടിലുമായിട്ടുള്ള കേക്ക്സ് ആണ്. അവിടെ പോയി ഫുഡും കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ അവർ നേരെ തിരിച്ച് കേരളത്തിലേക്ക് തിരിച്ചു. ഞങ്ങൾ വൈകിട്ടാണ് ഡേ 4 ഈവനിങ്ങിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. പക്ഷേ മെട്രോയിൽ കയറി ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് കണ്ണ് തള്ളിപ്പോയി കഴിച്ചു. കാരണം കിടിലും മെട്രോ, ഇങ്ങനെ സേഫ് ആയിട്ടുള്ളൊരു മെട്രോ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരിടത്ത് ഉണ്ട് എന്നുള്ളത്. ഇന്ത്യയിൽ, പുറത്തെ കാര്യം അറിയില്ല. എത്രാമത്തെ ബിരിയാണി കഴിക്കണേ? നടന്ന് വഴി നടന്ന് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ പറയാം. 3 നേരം ബിരിയാണി. ഇതിപ്പോ റാവുത്തർ സ്റ്റൈൽ ബിരിയാണി. ഞങ്ങൾ ആക്ച്വലി രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നേരെ ഇറങ്ങി ഈ പാന്തീൻ സ്ട്രീറ്റ് കാണാൻ വേണ്ടി പോയി. അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ആ മ്യൂസിയം പക്ഷേ ഞങ്ങളുടെ നല്ല കാലത്തിന് ഇന്നത്തെ ദിവസം ക്ലോസ്ഡ് ആയിരുന്നു. ഫ്രൈഡേയ്സ് അവർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ അവിടെ സ്ട്രീറ്റിൽ നടന്നപ്പോഴത്തേക്ക് ഒരു റാവുത്തർ ബിരിയാണിയുടെ ഷോപ്പ് കണ്ട് അവിടെ കയറി ബിരിയാണി കഴിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് നേരെ സ്ട്രേറ്റ് ടി നഗറിലേക്ക് പോയി. ടി നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഷോപ്പിംഗ് സ്പോട്ടാണ് കേട്ടോ. ടി നഗറിൽ പോയിട്ട് അവിടുത്തെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽസ് ഒക്കെ കണ്ടപ്പോൾ ഞാനത് ഞെട്ടി. ജയചന്ദ്രൻ എന്ന് പറയുന്ന രാമചന്ദ്രൻ്റെ ആരെങ്കിലും ആണോ എന്നുള്ളത് തോന്നി. കാരണം അതേപോലത്തെ ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പിന്നെയും ഹോട്ടലിൽ പോയി ബാഗ്സ് എടുത്തു. ഒരു ബാഗും കൂടെ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വന്നു. കാരണം കുറച്ച് ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ച്. അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് മെട്രോയിൽ തന്നെ കയറി എയർപോർട്ടിൽ വന്നിറങ്ങി. മെട്രോയ്ക്കകത്ത് 2 പിള്ളേർ അവിടെ വന്നിട്ട് മറ്റേ കാത്ത് മേലെ കാത്ത് കീഴെ ഒക്കെ തന്നെ ഒന്ന് പാടിക്കൊണ്ടുവന്ന് അവർ 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചെന്നൈയിലെ ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മെട്രോയിൽ കയറി എയർപോർട്ടിലേക്ക് വരാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മെട്രോ ഭയങ്കര നൈസാണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പാർട്ട് ഫ്രം ദ ക്ലൈമറ്റ് എവറിത്തിങ് ഈസ് ഓസം ഇൻ ചെന്നൈ. ആൻഡ് ഡൽഹി മെട്രോ ആണെന്നുണ്ടെങ്കിലും ഇത്രയും സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സൈഡിലൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ട്രാക്കിൽ വീണ് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, സൂപ്പറാണ്. എയർപോർട്ടിന്റെ സൈഡിലെ മെട്രോ സ്റ്റേഷനിലുള്ള ഒരു മലയുടെ വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ നേരത്തെ വന്ന് ചെന്നൈയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ മെട്രോ സ്റ്റേഷൻ, അതിൻ്റെ അപ്പുറത്ത് എയർപോർട്ട്, അതിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോർട്ട് കാണും.
കയറിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എയറോ ഹബ് എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എയറോ ഹബ് മോളിലോട്ട് കയറുമായിരുന്നു കേട്ടോ. പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 5 o'clock. ഞങ്ങൾക്ക് 8:50 ഫ്ലൈറ്റ്. പക്ഷെ നേരത്തെ എയർപോർട്ടിലോട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ റൂം വെക്കേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ തെണ്ടി തിരിഞ്ഞ് ചൂട് കാരണം കുറച്ചധികം ടാൻ അടിച്ച് കേറിയിട്ടുണ്ട്. അതാണ് നമ്മൾ വന്നിറങ്ങിയ മെട്രോ സ്റ്റേഷൻ. ഇതാണ് എയർപോർട്ട്. ആൻഡ് ഇതൊരു മോളാണ് കേട്ടോ. ഇതിന്റെ തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫുൾ പാക്കേജ് ആണ് ആക്ച്വലി. ചെന്നൈയുടെ ഏത് മെട്രോയുടെ പണിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയുടെ ഏത് മുക്കിനും മൂലയെന്ന് നിങ്ങൾക്ക് എയർപോർട്ടിലോട്ട് വരാനായിട്ട് മെട്രോ എടുത്ത് വന്നാൽ മതി. ചെന്നൈയിൽ എവിടെ എത്താനും പ്രശ്നമില്ല എന്നുള്ളതാണ്. അതെ. അപ്പൊ ഞങ്ങൾ മാളിപ്പോട്ടെ. എനിവേസ് വ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ലൈക്ക് ഷെയർ. താങ്ക് യു. വേർത്ത് ഗൈസ് ഒന്നും കൂടെ ബൈ പറയാം. ബൈ പറയുന്നില്ല. ഞങ്ങൾ ആദ്യം ഒരു ഐസ്ക്രീം കഴിച്ചു, എന്നിട്ട് ഇപ്പൊ KFC കഴിക്കുന്നു. ബാക്കിൽ ചെടി കൊണ്ടിട്ട്. ഓക്കെ വേണ്ട ഒരു സാധനമാണ്. മോളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാഗും വെച്ച് ഇങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല. എന്നിട്ട് മോളിൽ ആരോടെങ്കിലും ബാഗ് വെക്കട്ടെന്ന് ചോദിച്ചാൽ അമ്മമാരുടെ പട്ടി ഷോയിൽ. അപ്പൊ ഇത് സെൽഫ് ടക്കിട്ട് എന്ന് പറഞ്ഞിട്ട് സെൽഫ് സർവീസ് ലോക്കേഴ്സ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ബാഗ് വെച്ചിട്ട് പേയ്മെന്റ് കൊടുക്കണം. എനിക്ക് ഈ വലിയ സാധനത്തിന് 5 മണിക്കൂറത്തേക്ക് 200 രൂപയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കറങ്ങി നടക്കാം. ഈ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് മോളിനകത്ത് കറങ്ങുമ്പോ കോമഡി ആയിരിക്കുമല്ലോ. ചൂട് ഇടയ്ക്കൊക്കെ മാറിയില്ലെങ്കിൽ നമുക്ക് പുകഞ്ഞു പോകും. അത് ചെന്നൈ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, തമിഴ് അറിയില്ലെങ്കിൽ കഷ്ടപ്പെട്ട് തമിഴ് പറയേണ്ട ഒരുവിധം എല്ലാവർക്കും മലയാളം അറിയാം. ഇവള് കാണിച്ച പോലെ അണ്ണൈ എന്നുള്ള തമിഴ് മാത്രം പറയാതെ എന്നിട്ട് ഫുൾ മലയാളം പറയും. അതിനേക്കാൾ നല്ലത് അവരോട് മലയാളത്തിൽ തന്നെ സംസാരിച്ചപ്പോരേ, വെറുതെ എന്തിനാ അവരെ കഷ്ടപ്പെടുത്തുന്നത്. സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് നല്ല ചൂടാണ്. അപ്പൊ ഇടക്കിടക്ക് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു തലയൊക്കെ പൊളിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് തല ഇറങ്ങി വീഴും. അതിനേക്കാൾ നല്ലത് എയർപോർട്ടിനകത്ത് കയറിയിട്ട് ഡ്രസ്സ് മാറണം. ഞാൻ മിനിസോയിൽ കയറി ഒരു പോർട്ടബിൾ ടവൽ, മിനി ടവൽ ഉണ്ടല്ലോ, സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് തിരക്കാന്ന് കാണിച്ചു കൊടുത്തേ. ഇത് ഇന്റർനാഷണൽ ആയിരിക്കും. താഴെയാണോ നാഷണൽ? അല്ലല്ല, ഇവിടൊക്കെ തന്നെ അപ്പുറത്ത് വഴിയെങ്കിലും പോയി കയറാം. പിന്നെ അകത്തേറിട്ട് നീ ചേഞ്ച് ചെയ്യണം. താമസിക്കുന്ന ആൾക്കാരെ വളരെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ നോക്കുന്ന ആൾക്കാരാണ് ചെന്നൈ സർക്കാർ എന്ന് എനിക്ക് തോന്നി. തമിഴ്നാട് സർക്കാർ ഓബ്വിയസ്ലി സ്റ്റാലിൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാലിനായിട്ട് ജയലളിത ആവട്ടെ എല്ലാവരും, കാരണം അത്ര മാത്രമാണ് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവിടെ വന്ന് നിൽക്കുന്നവർക്കും അവിടുത്തെ ആൾക്കാർക്കും വേണ്ടിയിട്ട് അവർ എമ്യൂണിറ്റീസ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം തന്നെ എയർപോർട്ടിൻ്റെ സൈഡിലൊരു മോളാണ്. നേരത്തെ വന്നിരിക്കേണ്ടവർക്ക് നേരത്തെ, ഇപ്പം ഇൻ കേസ് അല്ലെന്നുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ട് പിക്കപ്പ് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ യു ഹാവ് എ സ്പേസ് ടു ഗോ നിയർ ദി എയർപോർട്ട്. അവിടെ ചെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, ലഗേജ് വെക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, കയറി. ഞാൻ ഫുൾ എയർപോർട്ടിൽ വന്നിട്ടാണ് ഫുൾ ഫ്രഷനപ്പ് ആയത്, കാരണം രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് ഫുൾ എയർഫോഴ്സിൻ്റെ ഓഫീസേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓഫീസേഴ്സും അവരുടെ ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് ചെന്നൈയുടെ വ്യൂ ആണ് കേട്ടോ ഫ്ലൈറ്റ്സിനകത്ത് എന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആക്ച്വലി. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ആക്ച്വലി നേരിട്ട് നേക്കഡ് ഐസിൽ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല സൂപ്പറായിട്ട് അങ്ങനെ 2 ദിവസം അടിച്ച് പൊളിച്ചു. അപ്പാർട്ട് ഫ്രം ദ ക്ലൈമറ്റ് ആൻഡ് ഓൾസോ വെള്ളം, എനിക്കതിന് എന്തോ ഒരു ചുവ പോലെ തോന്നി. ഇത് രണ്ടും ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ടു സ്റ്റേ ഇൻ. അത് ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആവുമായിരിക്കുമല്ലോ, കുറച്ച് കാലം ഒരു സിറ്റിയിലേക്ക് മാറി താമസിക്കുമ്പോഴത്തേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ആവുന്ന കാര്യങ്ങൾ തന്നെയാണത്. നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഈ 2 കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങൾ രാത്രി എനിക്ക് നിന്റെ തല കിട്ടണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.